ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത പല ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പത്രോസിലൂടെ നടന്ന ചില ദൈവപ്രവൃത്തികളെക്കുറിച്ച് പരിച്ഛേദനക്കാർ തന്നോട് വാദിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ട് പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. അപ്പോൾ പരിശീലനക്കാർ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോട് കൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസ് ആദ്യം മുതൽ സംഭവിച്ചതൊക്കെ താൻ അവിടെ രേഖപ്പെടുത്തുകയാണ്. കാരണം കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് നിമിത്തമാണ് പത്രോസ് പോകുന്നത്. ആ ദർശനത്തെക്കുറിച്ച് ഇതിനു മുൻപുള്ള അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസിനോട് എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് പറയുമ്പോൾ പത്രോസ് പറയുകയാണ്: കർത്താവേ, ഒരിക്കലും പറ്റത്തില്ല, ഞാൻ മലിനമായതൊന്നും കഴിച്ചിട്ടില്ല, അശുദ്ധമായതൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് താൻ പാർത്തിരുന്ന ആ ഭവനത്തിൽ ചില വ്യക്തികൾ വന്ന് തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ ദൂതൻ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ തനിക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ അങ്ങനെ ചില വ്യക്തികളെ പത്രോസിൻ്റെ അടുക്കൽ അയച്ചിട്ട് പത്രോസിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ച് ദൈവവചനം കേൾക്കുന്നത്. അതൊക്കെ ഇവിടെ പത്രോസ് വിവരിച്ചു. ഈ അധ്യായത്തിൽ ആദ്യം തൊട്ട് താൻ വിവരിച്ച് പറയുകയാണ് അവിടെ നടന്ന സംഭവമൊക്കെ. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ഭവനത്തിൽ പത്രോസ് ചെല്ലുമ്പോൾ ആ കടന്നു വന്നിരിക്കുന്ന ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് പകർന്നു. സ്തോത്രം. അതിൻ്റെ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടപ്പാൻ തക്കവണ്ണം ഞാൻ ആർ? അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്ക് ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നോക്കിക്കേ, പത്രോസ് ഇവിടെ പറയുകയാണ്: ഞാൻ ദൈവത്തെ തടയുവാൻ ആർ? വിശ്വസിച്ച് നമ്മുടെ മേൽ കർത്താവ് തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ പകർന്നതുപോലെ അവരുടെ മേലും കർത്താവ് തൻ്റെ ആത്മാവിനെ പകർന്നു. അത് തടയുവാൻ ഞാൻ ആരുമല്ല എന്ന് പത്രോസ് പറയുമ്പോൾ അവരവിടെ മൗനം പാലിച്ചിട്ട് അവർ ദൈവത്തെ മഹത്വീകരിക്കുകയാണ്. വീണ്ടും താഴോട്ട് വായിച്ചു വരുമ്പോൾ സ്തേഫാനോസിൻ്റെ ഇൻസിഡൻറ്റിൽ പലരും ചിതറിപ്പോയതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അപ്പോൾ ദൈവവചനം കർത്താവിൻ്റെ വിശ്വാസത്തെ മനസ്സിലാക്കിയവർ ഉപദ്രവം നിമിത്തം ചിതറിപ്പോയി. പക്ഷേ അവർ പോയിടത്തൊക്കെ അവർ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനിടയായി തീർന്നു. അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അതിൻ്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ 21-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരൂശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. നോക്കിക്കേ, കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പൈതലേ, സ്തോത്രം. ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. അവിടെ പറഞ്ഞിരിക്കുകയാണ്: കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. നമ്മൾ ഏതൊരു ചുവടെടുത്ത് വെക്കുന്നതിന് മുന്നമേ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. മോശെ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, അങ്ങയുടെ സാന്നിധ്യമില്ലാതെ എന്നെ അയക്കല്ലേ. ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി അനുകൂലമായി നിന്നാൽ സ്തോത്രം. നെഹമ്യാവ് പറയുന്നത് പോലെ ദൈവം ഞങ്ങൾക്ക്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി അനുകൂലമായാൽ ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യുവാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായതുകൊണ്ട് സംഭവിച്ചതെന്നാണ് പലരും വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഒരു കടപ്പാട് നൽകിയിട്ടുണ്ട്. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതായത് നമ്മൾ അറിഞ്ഞ ആ സത്യം, നമ്മൾ അറിഞ്ഞ ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് അറിയിക്കുക. ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അനേകർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. പിന്നെ ഇതേ അധ്യായത്തിൽ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതിൻ്റെ 26-ാമത്തെ വാക്യം അവസാന മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്: ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ക്രിസ്ത്യാനി എന്നൊരു വാക്ക് തന്നെ ഈ അധ്യായത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. പ്രൈസ് ലോർഡ്. ഈ അധ്യായത്തിലാണ് ക്രിസ്ത്യാനി എന്നൊരു വാക്ക് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒത്തിരി
കർത്താവിൻ്റെ സന്നിധാനത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഈ ദിവസങ്ങളിൽ വലിയ ഒരു ഉത്തരവാദിത്തോട് നമുക്ക് പോകുവാൻ കഴിയട്ടെ. ദൈവം നമ്മിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ആ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.